So now let's get into the biggest fears of a narcissistic person. Okay, the number one is fear of criticism. Yes, അവര് നമ്മളെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യും, നമ്മളെ കുറ്റപ്പെടുത്തും, അനാവശ്യമായ കാര്യങ്ങൾക്കും വേണ്ടുന്ന കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ഇടപെട്ട് എല്ലാത്തിനും ഒരു അഭിപ്രായം പറഞ്ഞ് കുറ്റപ്പെടുത്തി താഴ്ത്തി കെട്ടി അതെല്ലാം അവർ ചെയ്യും. ചെറിയ കാര്യം പോലും അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ച് അവർ നമ്മളെ പറയും. പക്ഷെ ദ മൊമെന്റ് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് അവരെ നമ്മൾ എന്തോ കൊല്ലാൻ നിൽക്കുന്നൊരു പോലത്തെ ഒരു തരം ഫീലിംഗ് ആയിരിക്കും. ബിക്കോസ് അവർക്ക് അവരെ ഓൾറെഡി അറിയാം. ഇപ്പം നമ്മൾ അവരെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇല്ലെങ്കിൽ അവർ ചെയ്ത കള്ളത്തരങ്ങളോ ഇല്ലെങ്കിൽ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു എല്ലാം. അവിടെ പിന്നെ ഇറ്റ്സ് ജസ്റ്റ് ആർഗ്യുമെന്റ് മോഡായി, വേറൊന്നും ഇല്ല അവിടെ. സോ അത് അവരെ സംബന്ധിച്ചോളം അവർക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അവരാരെങ്കിലും എന്തെങ്കിലും തിരിച്ച് കാണിക്കുമോ ഇല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുമോ എന്നുള്ളൊരു സംഭവം. നെക്സ്റ്റ് വൺ ഫിയർ ഓഫ് ബീങ് ഇഗ്നോർഡ്. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടുന്നത് എപ്പോഴും അറ്റൻഷനും അഡ്മിറേഷനും കാര്യങ്ങളാണ്. അപ്പൊ അവര് ചെല്ലുന്ന ഒരു സ്ഥലത്ത് അവരെ ആരെങ്കിലും ഇഗ്നോർ ചെയ്യാതിരിക്കുമോ, അവരെ കൂടുതൽ പേർക്കും ഇഷ്ടമല്ല, അവരുടെ ചില നേച്ചറുകൾ ഇഷ്ടമല്ല എന്നറിയാമെങ്കിൽ പോലും അവർ ഇടിച്ചു കയറി ചെല്ലും. അപ്പൊ ചെല്ലുമ്പോൾ അവർക്ക് ആ അറ്റൻഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അത് അവരെ വല്ലാണ്ട് അവരെ ബുദ്ധിമുട്ടാക്കുന്ന തരം ഒരു പേടിയാണത്. നെക്സ്റ്റ് വൺ ഇസ് ഫിയർ ഓഫ് ബീങ് എക്സ്പോസ്ഡ്. ഈ പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ വളരെ കോൺഫിഡൻസ് ആയിട്ട് പെരുമാറും, ഇല്ലെങ്കിൽ വളരെ ചാമിങ് ഭയങ്കര ലവ് ബോംബിങ് ഒക്കെ ചെയ്ത് ഭയങ്കര കിടിലമായി പെരുമാറുമെങ്കിലും അതെല്ലാം ഒരു മാസ്ഡ് ഇമേജ് ആണെന്നുള്ളൊരു സത്യം അവർക്കറിയാം. അവർ എത്രത്തോളം വൾണറബിൾ ആണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷേ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതിനെ ചൂണ്ടിക്കാണിക്കുമോ ഇല്ലെങ്കിൽ എൻ്റെ ഈ സ്വഭാവം പുറം ലോകം അറിയുമോ എടുക്കുമോ ആരെങ്കിലും ഇത് വെളിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള സംഭവം അവർക്ക് എപ്പോഴും എന്നും ഏതൊരു മൊമെന്റിലും അവർക്ക് പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാത്തതും ഒരുപാട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ആൾക്കാരെ ഇടപെടിക്കാത്തതും ഈ ഒറ്റൊരു പേടി കൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫിയർ ഓഫ് ഫെയിലിയർ. ഇവര് എപ്പോഴും ഈ ഇങ്ങനെ കാലുമേ കാലിരുന്നിട്ട് അവർ ചെയ്തതും ചെയ്യാത്തതായ കാര്യങ്ങൾ എല്ലായിടത്തും അവർ വന്നിരുന്നു പറയും. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും അവർ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഇവര് ഈ പറയുന്ന 10 കാര്യങ്ങളിൽ ഈ ഒരു കാര്യം പോലും അതിന്റെ ഒരു 0.5% ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ പറയുമ്പോൾ ഞാൻ ഈ ലോകത്തെല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ കിടിലം സക്സസ്ഫുൾ പേഴ്സൺ ആണെന്നാണ് ഇവർ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതില് എപ്പോഴെങ്കിലും ആൾക്കാർ അയ്യോ ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം കള്ളത്തിലാണ്, ഞാൻ ഈ ബഡായാണ് അടിക്കുന്നത്, ഞാൻ ഒന്നും നല്ല രീതിയിലല്ല ചെയ്യുന്നത് എടുക്കുന്നത്, ഞാൻ സക്സസ്ഫുൾ അല്ല, ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്ന ആൾക്കാർ എന്തെങ്കിലും തിരിച്ചറിയുമോ എന്നുള്ളതും ദിയർ ബിഗ്ഗസ്റ്റ് ഫിയർ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഫിയർ ഓഫ് റിജക്ഷൻ ഓർ അബാൻഡൻമെന്റ്. ഇതും നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരും. എന്നെ ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഒരു സോഴ്സ് ഓഫ് സപ്ലൈ വേണം. ഇവരുടെ ഇത്രയും മോശകരമായിട്ടുള്ള സ്വഭാവങ്ങളും ഇവർ ഉപയോഗിക്കുന്ന ഈ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇവർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ വേണം. കാരണം അവർക്ക് അവരുടെ സ്വഭാവം അറിയാം, അവരുടെ വൾണറബിലിറ്റീസ് അവർക്കറിയാം. അവർക്ക് ഒരിക്കലും അവരുടെ ക്യാരക്ടറായിട്ട് അവർക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും ഒക്കെ കാണിക്കണം. അപ്പം എന്നെ ആരെങ്കിലും വിട്ടിട്ട് പോകുമ്പോൾ അത് അവർക്കൊരു ഡെത്ത് സെന്റൻസ് പോലെയാണ്. അവർക്കത് ടോളറേറ്റ് ചെയ്യാനേ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ലൂസിങ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പവറാണ്, അൾട്ടിമേറ്റ് പവർ. അവരുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്, ലോകം അവരുടെ ചുറ്റുമാണ് ഉള്ളത്. അതുപോലെയാണ് കൺട്രോൾ. ഈ കൺട്രോളിനെ പറ്റി പറയുമ്പോൾ അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യും, എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ തരും. അവർ നമുക്ക് പല നല്ല സഹായങ്ങൾ അവർ പാസ്റ്റിലോ എപ്പോഴെങ്കിലുമൊക്കെ അവർ ചെയ്യും. പക്ഷെ അതൊരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ കൺട്രോളിൽ വരുത്തിക്കാനുള്ള അവരുടെ ഏറ്റവും വലിയ ടാക്ടിക്സ് ആണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എൻ്റെ അടുത്ത പാട്ടിൽ പറയുന്നുണ്ട്. ബട്ട് ഫോർ നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരിക്കലും സ്നേഹം കൊണ്ടല്ല. കാരണം എന്തെങ്കിലും ഒരു സാഹചര്യം പിന്നീട് വരുമ്പം അവർക്ക് പറയണം, ഞാൻ നിനക്ക് അന്ന് അത് ചെയ്തില്ലേ, ഞാൻ നിനക്ക് ഇന്ന് അത് ചെയ്തില്ലേ, എന്നിട്ടും നീ എന്താണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു സംഭവം വരുത്തി തീർക്കാനാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളെ അവരുടെ കൺട്രോളിൽ വെക്കാനാണ്. ആൻഡ് എപ്പോഴെങ്കിലും മൊമെന്റിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ്, നോ എനിക്ക് ഇയാളുടെ ഒന്നും വേണ്ട, ഇയാളുടെ ഹെർ ഓർ ഹിസ് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് എന്ന് തീരുമാനിച്ച് നിങ്ങൾ പോകുമോ? ഇല്ലെങ്കിൽ അപ്പം എപ്പോഴും നമ്മൾ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പം എപ്പോഴും ഒരാൾക്കുള്ളൊരു തോട്ടാണ് എനിക്ക് അവൻ്റെ പുറത്തൊരു കൺട്രോൾ ഉണ്ട്, എനിക്ക് അവൻ്റെ അടുത്ത് എന്തും പറയാം, നീ അത് ചെയ്യണ്ട എടുക്കണ്ട എന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരാൾക്ക് ഉണ്ടാവുമല്ലോ. ആ സെയിം കോൺഫിഡൻസ് ആണ്, ഒരു ഫേക്ക് കോൺഫിഡൻസ് ആണ് ഇവിടെയും ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഉള്ള സംഭവം. സോ അവരുടെ കൺട്രോൾ പോവുമോ എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിയുള്ള കാര്യമാണ്. ബേസിക്കലി അവർക്ക് ഒരുപാട് ഫിയേഴ്സ് ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു ആളേ അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കോൺഫിഡൻസോ മറ്റേ അങ്ങനത്തെ ആ ഒരു സുപ്പീരിയർ ഫീലിങ്ങോ ഒന്നുമില്ല. അവരുടെ ചുറ്റും ഒരുപാട് പേടികളുണ്ട്. ഈ പേടികളെല്ലാം
സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്ന ടാക്ടിക്സ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ടാക്ടിക്സ് ഉണ്ട്, പക്ഷേ മെയിൻ ആയിട്ടുള്ള ടാക്ടിക്സ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ഇൻ ദ കമ്മിങ് പാർട്ട്. സോ സ്റ്റേ ട്യൂൺ.